ജോലിക്കാർക്ക് കിടിലൻ തിരിച്ചടിയുമായി സ്റ്റാൻലിയുടെ അപ്പൻ. അങ്ങനെ സ്റ്റാൻലിയുടെ അപ്പൻ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അലീനയെ അവർ ഇത്ര ദേഷ്യമുള്ളവരായും ഇത്ര സാധനവുമായി കാണുന്നത് എന്ന്. അതായത് അലീനയോട് ചോദിക്കുകയാണ്, മോളെ, നീ എന്താണ് ജോലിക്കാരോട് ചെയ്തത്? അവർക്ക് എന്താണ് വന്ന് കയറിയതിന് ശേഷം നിന്നോട് ഇത്ര ശത്രുത എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അലീനയാണെങ്കിൽ തൻ്റെ വല്യപ്പച്ചനോട് പറയുകയാണ്, അതായത് ഞാൻ വന്നതിന് ശേഷം അവരുടെ കുറച്ച് കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയുണ്ടായി. ചിലപ്പോൾ അതായിരിക്കുമെന്ന് പറയുന്നു. കൂടാതെ അവരുടെ ജീവിത രീതിയിൽ, അതായത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ കുറച്ച് മാറ്റവും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഔതക്കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ ഔതക്കുട്ടി തിരിച്ചറിയുന്നുണ്ട് ഇവൾ ശരിക്കും ചിന്നമ്മയുടെ സ്വഭാവമുള്ളവളാണ് എന്ന്. അതായത് തെറ്റ് കണ്ടാൽ പ്രതികരിക്കുമെന്നും തെറ്റിനെ ഉടനടി ചൂണ്ടിക്കാട്ടുമെന്നും ഔതക്കുട്ടി മനസ്സിലാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ അലീനയെ കണ്ടതും അലീനയെ പേരക്കുട്ടിയാക്കി മാറ്റുന്നുണ്ട്. കാരണം തൻ്റെ ചിന്നമ്മയുടെ ഓർമ്മ ഔതക്കുട്ടിയിൽ വരുന്നത് കൊണ്ട് തന്നെ അലീനയെ തള്ളിക്കളയാൻ നമ്മുടെ ഔതക്കുട്ടിക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ ഔതക്കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. തന്നെ ഓടിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ച് വല്യപ്പച്ച എന്നൊക്കെ വിളിച്ച് അലീന ഔതക്കുട്ടിയെ കൈവശത്താക്കുന്നുണ്ട്. അതേസമയം ചായയൊക്കെ കൊടുക്കുമ്പോൾ ചിന്നമ്മയുടെ അതേ ചായയാണെന്നൊക്കെ ഔതക്കുട്ടി പറയുന്നുണ്ട്. നല്ല സ്വാദുണ്ട് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇവൾ എൻ്റെ പേരക്കുട്ടിയാണെന്ന് കാര്യസ്ഥനോടും കൂടി പറയുകയാണ്. തുടർന്ന് ഔതക്കുട്ടി ആ ജോലിക്കാർക്കിടയിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, 3 പേരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതായത് ഇവളെൻ്റെ കൊച്ചുമോള് തന്നെയാണ്. അതിൽ എനിക്കില്ലാത്ത സംശയം ഇനി നിങ്ങൾക്കാർക്കും വേണ്ട. മനസ്സിലായോ? മോള് എൻ്റെ അടുത്തെല്ലാം പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഇത്ര ചുരുക്കെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് കാണാം. വേണ്ട, മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ എൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണുമെന്ന് പറയുന്നു. എൻ്റെ കൊച്ചുമോളെ ഇനി ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്, അവൾ കേൾക്കലെ ഒരു വാക്ക് പോലും പറയരുത് എന്ന് നമ്മുടെ ഔതക്കുട്ടി ജോലിക്കാരോട് പണിക്കാരോട് പറയുമ്പോൾ അവരെല്ലാവരും ആദ്യം തന്നെ പേടിക്കുന്നുണ്ട്. തുടർന്ന് ഇനി ഞങ്ങളൊന്നും പറയില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ അലീനയുടെ കീഴിലാവുകയാണ് ഔതക്കുട്ടി എന്ന് കാണാം. കാരണം ഔതക്കുട്ടി അലീനയെ തൻ്റെ കൊച്ചുമകളായി അംഗീകരിക്കുകയും അലീനയ്ക്ക് വേണ്ട സ്നേഹമൊക്കെ കൊടുക്കാനായിട്ട്, ഒരു വല്യപ്പച്ചൻ എന്ന രീതിയിലുള്ള സ്നേഹവും പരിചരണമൊക്കെ കൊടുക്കാനായിട്ട് സ്റ്റാലിൻ്റെ കൂടെ കുറച്ച് ദിവസത്തേക്ക് കൂടുകയാണ് എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ സ്റ്റാലിൻ അവരെല്ലാവരെയും കൊണ്ട് എസ്റ്റേറ്റിലേക്ക് ഒരു യാത്ര പോക്കുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. അതാണ് നമുക്ക് പ്രമോയിൽ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണേ.